Hi dears, welcome back to Dhanya's classroom. It's me Dhanya. Today we are going to learn the continuation of our fourth chapter, landscape analysis through maps. Our topic that is conventional signs and symbols, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും. As the colors and symbols used in the topo sheet are internationally accepted, the maps prepared in one country can easily understood and analyzed by the people of another. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ധരാതലീയ ഭൂപടത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഓരോ രാജ്യക്കാരും തയ്യാറാക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ മറ്റ് രാജ്യക്കാർക്ക് എളുപ്പത്തിൽ വിശകലനം ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതെല്ലാം ചിഹ്നങ്ങളും അടയാളങ്ങളുമാണ് തന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് റോഡ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിംബൽസ് ആണ് തന്നിട്ടുള്ളത്. Always remember that color used to identify the road, that is red. എന്താണ് മെറ്റൽഡ് റോഡ്, അൺമെറ്റൽഡ് റോഡ്, ഫുട്പാത്ത്, കാർട്ട് ട്രാക്ക്, ബ്രിഡ്ജസ് വിത്ത് റോഡ്, അതിനെല്ലാം യൂസ് ചെയ്ത സിംബൽ എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. നെക്സ്റ്റ് റെയിൽവേ. ബ്ലാക്ക് കളർ യൂസ്ഡ് ടു റെയിൽവേ. റെയിൽവേ വിത്ത് സ്റ്റേഷൻ ആണെങ്കിൽ അതിന് മുകളിൽ RS എന്ന് പറയുന്നത് കാണാം. റെയിൽവേ മീറ്റർ ഗേജ്, ലെവൽ ക്രോസ് ഉണ്ടെങ്കിൽ റെയിൽവേ വിത്ത് ബ്രിഡ്ജ്. എങ്ങനെയാണ് സിംബൽസ് എന്ന് നോക്കണം. ബൗണ്ടറിക്കാണെങ്കിൽ ബ്ലാക്ക് കളറാണ്, ഡോട്ട്സും ലൈൻസുമാണ്. ദെൻ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദാറ്റ് ഈസ് വാട്ടർ ബോഡി, ജലാശയങ്ങളാണ്. സ്ട്രീം, അരുവി. റിമെമ്പർ ദാറ്റ് ഈസ് ബ്ലൂ കളറാണ് ജലാശയങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. റിവറാണ്. ദെൻ ടൈഡൽ റിവർ, വേലിയേറ്റ സ്വാധീനമുള്ള നദി. ഒരു പ്ലസ് സിംബൽ ആണെങ്കിൽ അത് സ്പ്രിംഗ് ആണ്, നീരുറവ. ദെൻ ബ്ലൂ കളർ ഡോട്ട് ആണെങ്കിൽ അത് വെല്ല്, കിണറാണ്. ദെൻ ഒരു ബ്ലൂ കളർ ഫിൽഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അത് ട്യൂബ് വെല്ല്, കുഴൽ കിണറാണ്. നെക്സ്റ്റ് വെജിറ്റേഷൻ, സസ്യജാലങ്ങളാണ്. ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. പുല്ല്, ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുൽവർഗം. പാംസ്, പന, കോണിഫറസ് ട്രീ, സ്തൂപികാഗ്ര വനങ്ങൾ, ബാംബു, മുളകൾ. ഡെൻസ് ഫോറസ്റ്റ്, ഇടതൂർന്ന കാട്, റിസർവ് ഫോറസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സെറ്റിൽമെൻ്റ് ആണ്, പാർപ്പിടങ്ങൾ. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ദെൻ റെഡ് കളറിൽ ഒരു സ്ക്വയർ ആണെങ്കിൽ അത് പെർമനൻറ്റ് ഹൗസ്, സ്ഥിരമായിട്ടുള്ള വീട്. നെക്സ്റ്റ് താൽക്കാലിക വീട്. ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്, വിസരിത വാസസ്ഥലങ്ങൾ. രേഖാകൃതിയിലുള്ള ലീനിയർ സെറ്റിൽമെൻറ്റ്, രേഖാകൃതിയിലുള്ള വാസസ്ഥലങ്ങൾ. തൊട്ടപ്പുറത്ത് വരുന്നത് ലൈറ്റ് ഹൗസിൻ്റെ സിമ്പല്. ഡിസ്പെൻസറി, ആരോഗ്യ കേന്ദ്രം. വിമാനത്താവളം, PO പോസ്റ്റ് ഓഫീസ്, TO ടെലിഗ്രാഫിക് ഓഫീസ്, പോസ്റ്റ് ടെലിഗ്രാഫിക് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, റെസ്റ്റ് ഹൗസ്. നെക്സ്റ്റ് മോണ്യുമെൻറ്റ്സ് ആൻഡ് ബിൽഡിങ്സ്, സ്മാരകങ്ങളും കെട്ടിടങ്ങളും. റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ട, അമ്പലം, ചർച്ച്, ക്രിസ്ത്യൻ പള്ളി, മോസ്ക്, മുസ്ലിം പള്ളി, ടോംബ്, ശവകുടീരം. ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശവപ്പറമ്പ്, അത് മാത്രം ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇനി ഒരു പ്രദേശത്തിൻ്റെ ഉയരം മാപ്പിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എലവേഷൻ, ദ ടോപ്പിക് ഉയരമാണ്. കോണ്ടൂർ ലൈൻസ്, കോണ്ടൂർ രേഖകൾ. കളറ് ബ്രൗൺ ആണ്, തവിട്ട് നിറം. ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. Then benchmark. Find out the conventional colors used to represent different geographical features and complete table 4.2. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അക്ഷാംശം, രേഖാംശം. നോൺ പെരനിയൽ വാട്ടർ ബോഡി, വരണ്ട ജലാശയങ്ങൾ. റെയിൽവേ ലൈൻ, ടെലിഫോൺ ലൈൻ, ടെലിഗ്രാഫിക് ലൈൻ, ബൗണ്ടറി ലൈൻ. യൂസ് ചെയ്യുന്ന കളറ് ബ്ലാക്ക് ആണ്. ഓഷ്യൻ, റിവേഴ്സ്, വെൽ, ട്യൂബ് വെൽ. നമ്മൾ യൂസ് ചെയ്യുന്ന കളറ് ബ്ലൂ ആണ്. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, പുൽമേടുകൾ. ട്രീസ് ആൻഡ് ഷേർബ്സ്, കുറ്റിച്ചെടികളും മരങ്ങളും. ഓർച്ചാർഡ്സ്, ഫലവൃക്ഷത്തോട്ടങ്ങൾ. നമുക്കറിയാലോ കളറ് ഗ്രീൻ ആണ്. കൾട്ടിവബിൾ ലാൻഡ്, യെല്ലോ ആണ്. ബാരൻ ലാൻഡ്, തരിശുഭൂമിയാണ്, വൈറ്റ് കളറ്. സെറ്റിൽമെൻറ്റ്, റോഡ്, പാത്ത്, നോ ഡൗട്ട് ദാറ്റ് ഈസ് റെഡ്. ഗ്രിഡ് ലൈൻ, ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്, റെഡ്. കോണ്ടൂർ ലൈൻ ആൻഡ് ദെയർ വാല്യൂ. സാൻഡ് ഡ്യൂൺസ് ആൻഡ് സാൻഡ് ഹിൽസ്, രണ്ടിനും യൂസ് ചെയ്യുന്നത് ബ്രൗൺ, തവിട്ടു നിറമാണ്. നെക്സ്റ്റ് റെപ്രസെൻറ്റിംഗ് എലവേഷൻ, ഉയരം ചിത്രീകരിക്കുമ്പോൾ.
Elevation or height is represented in topo sheet using contour line, foam line, spot height, triangulated height and benchmark. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നത് കോണ്ടൂർ രേഖ, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് എന്നീ മാർഗങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത് എന്താണ് ഓരോന്നും എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. കോണ്ടൂർ ലൈൻ. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് കോണ്ടൂർ ലൈൻ തന്നെയാണ്. കോണ്ടൂർ ലൈൻസ് ആർ ഇമാജിനറി ലൈൻ ജോയിനിങ് പ്ലേസസ് ഹാവിംഗ് ദി സെയിം എലവേഷൻ എബവ് ദി സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ഫോം ലൈൻ, when it is difficult to measure the elevation of places through land survey due to rugged terrain, the elevation is represented with the help of broken line. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേ വഴി കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നതാണ് ഫോം ലൈൻ. നെക്സ്റ്റ്, സ്പോട്ട് ഹൈറ്റ് represented the actual height of a place by recording the height in digit beside a black spot. Sometimes the height alone is recorded without the black spot. ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കാൻ വേണ്ടി ഭൂപടത്തിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത്. ചില സന്ദർഭങ്ങളിൽ ആ കറുത്ത ബിന്ദു ഇല്ലാതെയും സംഖ്യ മാത്രം രേഖപ്പെടുത്താറുണ്ട്. നെക്സ്റ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. Height of a place estimated through trigonometric survey are recorded in map using triangle symbol. ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. നെക്സ്റ്റ്, ബെഞ്ച് മാർക്ക്. ദ ഹൈറ്റ് ഓഫ് റിസർവയർ ആൻഡ് പ്രോമിനൻറ്റ് ബിൽഡിംഗ് ആർ റെക്കോർഡഡ് എലോങ് വിത്ത് ദ ലെറ്റർ BM. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ എന്നിവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നതാണ് ബെഞ്ച് മാർക്ക്. Our topic, that is grid reference. You know that places are located on maps and globe with the help of latitude and longitude. നമുക്കൊരു പ്രദേശത്തെ മാപ്പിലോ ഗ്ലോബിലോ കണ്ടുപിടിക്കണമെങ്കിൽ ആ പ്രദേശത്തിന്റെ അക്ഷാംശവും രേഖാംശവും കിട്ടിയാൽ, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കിട്ടിയാൽ നമുക്ക് ആ പ്രദേശത്തെ കണ്ടെത്താം. But it is difficult to show the precise location or minor geographical features in topo sheet because which are large scale map. ടോപ്പോ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ മാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കിട്ടിയാൽ അതിൽ കൃത്യമായി ഒരു പ്രദേശത്തെ പ്രിസൈസ് ലൊക്കേഷൻ, ആക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അപ്പോൾ അത് നമുക്കൊരു പരിഹാരം കാണണം. To solve this difficulty, north, south and east west lines in red incorporated in the topo sheet. These are called eastings and northings. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് ഈസ്റ്റിങ്സ്, എന്താണ് നോർത്തിങ്സ് എന്നതാണ്. Our topic, that is eastings. എന്താണ് ഈസ്റ്റിങ്സ് നോക്കാം. These are, ഇവിടെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നു ഈസ്റ്റിങ്സിനെ. These are നോർത്ത് സൗത്ത് ലൈൻ. നിങ്ങൾക്ക് ഡയറക്ഷൻ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇവിടെ നോർത്ത് എന്ന് വെച്ചാൽ വടക്ക്, ദെൻ ഇവിടെയാണ് സൗത്ത് തെക്ക്, ഇവിടെ ഈസ്റ്റ് കിഴക്ക്, ദെൻ ഹിയർ വെസ്റ്റ് പടിഞ്ഞാറ്. ഇങ്ങനെയാണ് നമുക്ക് ഡയറക്ഷൻ വരുന്നത്. ഈസ്റ്റിങ്സ് ആർ ദി നോർത്ത് സൗത്ത് ലൈൻ. ഞാൻ ഈ ലൈൻ കുത്തനെയല്ലേ വരച്ചിരിക്കുന്നത്, അപ്പം വടക്ക് തെക്ക് വരയ്ക്കുന്ന രേഖകളാണ് ഈസ്റ്റിങ്സ്. ഇനി ഇതിന് പേര് എന്തുകൊണ്ട്, why this line got the name, എന്തുകൊണ്ടാണ് ഈ ലൈനിന് ഇങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്? Because their value increases towards east. ഇതിന്റെ വാല്യൂ ഈസ്റ്റിലേക്ക് പോകുന്തോറും കൂടുന്നു. എന്ന് വെച്ചാൽ ഇവിടെ 15 ആണ്. വാല്യൂ ഇൻക്രീസസ് ടുവേർഡ്സ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 15 ആണെങ്കിൽ ഷുവർ ഹിയർ 16, then 17, 18, 19, 20, 21. ഇങ്ങോട്ട് പോകുന്തോറും കൂടിക്കൂടി വരികയാണ്. വാല്യൂ ഇൻക്രീസസ് ടുവേർഡ്സ് ഈസ്റ്റ്. ഇനി നമുക്ക് അറിയേണ്ടത് ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ ഈസ്റ്റിങ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നത് ശ്രദ്ധിക്കാം. The value of the eastings immediately left of the geographical feature is considered for identifying a location. ഇപ്പൊ ഒരു പ്രദേശം എന്ന് വെച്ചാൽ ഒരു പ്രദേശമല്ല, ഒരു സ്പ്രിംഗ് ആണ്. ഇതിപ്പോ ഒരു സ്പ്രിംഗ് ആണ്, നിങ്ങൾക്കറിയാം ഒരു അരുവിയാണ്. ഈ സിമ്പൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് അരുവിയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ അരുവിയുടെ എന്ന് വെച്ചാൽ ഈ സ്പ്രിങ്ങിന്റെ
ഈസ്റ്റിങ്സ് എത്രയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. എത്രയാണ്? അപ്പൊ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്. ദ വാല്യൂ ഓഫ് ദ ഈസ്റ്റിങ്സ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഈ തന്നിരിക്കുന്ന ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഇടത് വശത്തുള്ള ഈസ്റ്റിങ്സിനെയാണ് നമ്മൾ ഈ ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ ഈസ്റ്റിങ്സ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ തൊട്ട് ഇടതുവശം ഏതാണ്? ഇതാണ്. അപ്പൊ ഈ സ്പ്രിങ്ങിന്റെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് 17 ആണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇവിടെ ഞാൻ വേറൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ തരാണ്. ഇതൊരു പോണ്ടാണ്, നിങ്ങൾക്കറിയാം. ഈ പോണ്ടിന്റെ ഈസ്റ്റിങ്സ് എത്രയാണ്? അതിന്റെ തൊട്ട് ഇടതുവശത്തുള്ളതാണ്. 20 ആണ് ആ പോണ്ടിന്റെ ഈസ്റ്റിങ്സ് ആയിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നു. ഇതൊരു ട്യൂബ് വെല്ലാണ്, കുഴൽക്കിണറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈസ്റ്റിങ്സ് എത്രയാണ്? ഇവിടെ 15 ആണ് വരിക. മനസ്സിലായോ എന്താണ് ഈസ്റ്റിങ്സ് എന്ന്? നോർത്തിങ്സ്. എന്താണ് നോർത്തിങ്സ്? These are east west line. നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ വെസ്റ്റ്, ഇവിടെ ഈസ്റ്റ്. ഇങ്ങനെ നേരെയാണ് ഈ നോർത്തിങ്സ് വരച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പോയിന്റ് റിലേറ്റഡ് വിത്ത് നോർത്തിങ്സ്. നോർത്തിങ്സ് ആർ ദി ഈസ്റ്റ് വെസ്റ്റ് ലൈൻ. നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് വരയ്ക്കുന്ന രേഖയാണ് നോർത്തിങ്സ്. അപ്പൊ നമുക്ക് സംശയം, why this line got the name? ഇത് ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് ഇതിനെന്താ നോർത്തിങ്സ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്? അതിന് കാരണമുണ്ട്. their value increases towards north. വടക്കോട്ട് പോകും തോറും ഇതിന്റെ മൂല്യം കൂടി കൂടി വരുന്നു. നോക്കിക്കേ, ഏറ്റവും അടിയിൽ ഞാനിവിടെ 75 ആണ് എഴുതിയിരിക്കുന്നത്. then 76, 77 as like that 82 വരെ ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുന്തോറും വടക്കോട്ട് പോകുന്തോറും ഇതിന്റെ മൂല്യം കൂടി കൂടി വരുന്നു. That's why this line got the name Northings. Value of the Northings immediately south of the feature in the map is considered for identifying the location. എന്ന് വെച്ചാല് ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ നോർത്തിങ്സ് കണ്ടുപിടിക്കാൻ, ഇപ്പൊ ഞാൻ ഇവിടെയാണ് ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ തന്നിരിക്കുന്നത്. ഈ നേരത്തെ തന്ന പോലെ തന്നെ സ്പ്രിംഗ് തന്നെയാണ് തന്നത്. ഈ സ്പ്രിംഗിന്റെ നോർത്തിങ്സ് എത്രയാ എന്ന് ചോദിച്ചാൽ അതിന്റെ ഇമ്മീഡിയറ്റ്ലി സൗത്ത് ഓഫ് ദി ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞത്. തന്നിരിക്കുന്ന ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ തൊട്ട് തെക്ക് ഭാഗത്ത് വരുന്ന നോർത്തിങ്സിനെയാണ്, എന്ന് വെച്ചാൽ തൊട്ട് അടിഭാഗത്ത് വരുന്ന, തൊട്ട് താഴ്ഭാഗത്ത് വരുന്ന നോർത്തിങ്സിനെയാണ് നമ്മൾ എടുക്കുക. അപ്പൊ എത്രയാണ് ഈ തന്നിരിക്കുന്ന സ്പ്രിംഗിന്റെ നോർത്തിങ്സ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 80. അതിന്റെ നോർത്തിങ്സ് 80 ആണ്. അപ്പൊ ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരച്ചു വെച്ചിരിക്കണം. ഈ ട്രയാങ്കിളിന്റെ നോർത്തിങ്സ് എത്രയാണ്? നോ ഡൗട്ട് ഹിയർ ദാറ്റ് ഈസ് 75. അതിന്റെ തൊട്ട് താഴെ വരുന്നത് 75 ആണ്. ദെൻ ഇങ്ങനെ ഞാൻ ഇവിടെ ആണ് ഒരു ഒബ്ജക്റ്റ്. നിങ്ങൾക്ക് അറിയാം, ഈ റാ 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 എന്ന് വരച്ചാൽ എന്തായിരുന്നു? ഗ്രേവ് ആണ്, ശവപ്പറമ്പാണ്. അപ്പൊ അതിന്റെ എത്രയാണ്? അതിന്റെ നോർത്തിങ്സ് 82 ആണ്. ഇങ്ങനെയാണ് നോർത്തിങ്സും ഈസ്റ്റിങ്സും കണ്ടുപിടിക്കുക. The grids formed jointly by the eastings and northings are called reference grid. ഈ കാണുന്നതാണ് റെഫറൻസ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഈസ്റ്റിങ്സും നോർത്തിങ്സും ജോയിൻ ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ റെഫറൻസ് ഗ്രിഡ് എന്ന് പറയുന്നത്. In 1:50,000 topo sheet, each grid with 2 cm width and 2 cm breadth cover an area with 1 km length and 1 km breadth on the earth's surface. ഭൗമോപരിതലത്തിൽ 1 കിലോമീറ്റർ നീളവും വീതിയും 1 കിലോമീറ്റർ വീതിയുമുള്ള ഭൂപ്രദേശങ്ങളെയാണ് ടോപ്പോ ഷീറ്റില് 2 സെന്റിമീറ്റർ നീളത്തിലും 2 സെന്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രിഡുകളായി തിരിച്ചിരിക്കുന്നത്. You know that different geographical features are there. Their size also may be different. നിങ്ങൾക്കറിയാം, ഒരു ടോപ്പോ ഷീറ്റിൽ ഒരു ഫോർട്ടിന്റെ സൈസ്, ഫോർട്ട് എന്ന് പറയുന്നത് ഇത്തിരി വലിയ സൈസിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഒരു ട്യൂബ് വെൽ എന്ന് പറയുന്നത് ഒരു ചെറിയ സൈസാണ്. എന്ന് വെച്ചാൽ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ സൈസിൽ വ്യത്യാസമുണ്ട്. That means in size the location of these features can be found out with 2 different ways. Namely 4-figure grid reference and 6-figure grid reference. നമുക്ക് രണ്ട് രീതിയിൽ ഓരോ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെയും കണ്ടെത്താൻ സാധിക്കുന്നു, ഗ്രിഡുകൾ കണ്ടെത്താൻ സാധിക്കുന്നു. ഒന്ന്, if the object may be big, we want to utilize 4-figure grid reference.
If the object may be small, want to use 6-figure grid reference. വലിയ ഒബ്ജക്റ്റ്, വലിയ ജിയോഗ്രഫിക്കൽ ഫീച്ചർ, ഇപ്പോൾ ഫോർട്ട് പോലെയുള്ള വലിയ ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിൽ 4-figure ഗ്രിഡ് റെഫറൻസും, എന്നാൽ ജിയോഗ്രഫിക്കൽ ഫീച്ചർ ചെറുതാണെങ്കിൽ 6-figure ഗ്രിഡ് റെഫറൻസുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമുക്ക് 4-figure കണ്ടുപിടിക്കേണ്ടത് ഈ പോണ്ടിന്റെ 4-figure ഗ്രിഡ് റെഫറൻസ് ആണ്. നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇൻ 4-figure ഗ്രിഡ് റെഫറൻസ് മെത്തേഡ് ദ വാല്യൂ ഓഫ് ദ ഈസ്റ്റിങ്സ്, ആദ്യം കാണേണ്ടത് ഈസ്റ്റിങ്സ് ആണ്. ഇതിന്റെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. തന്നിരിക്കുന്ന ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ തൊട്ട് ഇടതുവശത്ത് വരുന്ന എന്ന് വെച്ചാൽ 52 ആണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് 52 എന്നാണ്. അതിന്റെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് 52. Then after that we want to find out the northings. The value of the northings just south of the feature is to be written. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ തൊട്ട് സൗത്തിൽ വരുന്ന, ഏതാ സൗത്തിൽ വരുന്നത്? 18. നിങ്ങൾ അതിന്റെ ഇടയിൽ കുത്തോ കോമയോ ഒന്നും ഇടണ്ട, നേരിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മതി. We got that 52, 18. That is the 4-figure grid reference. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് തരാണ്. ഇവിടെ വലിയൊരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ എത്രയാണ് 4-figure നമ്മൾ പറയാ? അപ്പൊ ഇതിന്റെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തനെ വരുന്നത്. ഈസ്റ്റിങ്സ് 51 ആണ്. അപ്പൊ നോർത്തിങ്സ് അതിന്റെ ഏറ്റവും അടിഭാഗത്ത് വരുന്നത് എന്ന് വെച്ചാൽ അത് 19. 51, 19. ഇനി ഇവിടെയാണ്, ഇവിടെ തന്നിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ഇവിടെ എത്രയാ വരുന്നത്? 52. Then after that തൊട്ട് താഴെ വരുന്നത് 19. മനസ്സിലായി കാണുമല്ലോ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് 6-figure grid reference. Smaller geographical features are generally located through 6-figure grid reference method. ചെറിയ ജിയോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് 6 ഗ്രിഡ് റെഫറൻസ്. ആദ്യം നമ്മൾ ഈസ്റ്റിങ്സ് കണ്ടെത്താൻ പോവാണ്. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. യു നോ ദാറ്റ് ട്രയാങ്കിൾ മീൻസ്, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് ട്യൂബ് വെൽ ആണ്. അപ്പൊ ഈ ട്യൂബ് വെല്ലിനെ എങ്ങനെയാണ് 6 ഗ്രിഡിൽ നമ്മൾ പറയാ എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈസ്റ്റിങ്സ് നോക്കുന്നു. നോ ഡൗട്ട് ദാറ്റ് ഈസ് 15. ഈസ്റ്റിങ്സ് 15 ആണ്. എത്രയാണ് നോർത്തിങ്സ്? നോർത്തിങ്സ് അതിന്റെ തൊട്ട് താഴെ വരുന്നത് 76 ആണ്. എന്നാൽ ഞാൻ നേരത്തെ അടുത്തടുത്താണ് എഴുതിയിരുന്നത്. ഇപ്പൊ ഞാനൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. നോക്കാം. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ചെറുതാണെങ്കിൽ ആദ്യത്തെ ഈസ്റ്റിങ്സിൽ നിന്ന് തൊട്ടടുത്ത് വരുന്ന ഈസ്റ്റിങ്സ്, ഇവിടെ വരുന്ന ഈ ഒബ്ജക്റ്റിന്റെ, ഈ ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ ഫസ്റ്റ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് 15 അല്ലേ? ഈ 15ൽ നിന്ന് 16 എത്തുന്നത് വരെ want to divide the column. ആ കോളത്തെ നമ്മൾ എന്ത് ചെയ്യണം? into 10 equal parts. 10 തുല്യ ഭാഗങ്ങളാക്കി വിഭജിക്കണം. എന്ന് വെച്ചാലേ നമ്മൾ ഇതിനെ മുറിക്കാൻ പോവാണ്, കഷ്ണം കഷ്ണമാക്കി ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്. സ്കെയിൽ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് വളഞ്ഞു പോയത്. 1, 2, 3, 4, 5, ചെറുതാക്കി മാറ്റി വരയ്ക്കുന്നുണ്ട്. 5, 6, 7, 8, 9. 10 തുല്യ ഭാഗങ്ങളാക്കുക എന്ന് പറയുമ്പോൾ want to draw only 9 line. 9 വരകൾ വരച്ചാൽ മതി. നിങ്ങൾ നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 തുല്യ ഭാഗങ്ങളായില്ലേ? അപ്പൊ ആദ്യത്തെ ഈസ്റ്റിങ്സിൽ നിന്ന് അടുത്ത ഈസ്റ്റിങ്സ് വരെ 10 തുല്യ ഭാഗങ്ങളാക്കാം. ഓർക്കണം, 9 ലൈൻ വരച്ചാൽ മതി. അപ്പൊ നമ്മൾക്ക് കിട്ടി ഇവിടെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഈ 5 എന്ന് പറയുന്ന ലൈനിന്റെ 1, 2, 3, 4, 5 എന്ന് പറയുന്ന ലൈനിന്റെ ഈ തന്നിരിക്കുന്ന ജിയോഗ്രഫിക്കൽ ഫീച്ചറിന്റെ തൊട്ട് മുന്നിൽ വരുന്ന ഈസ്റ്റിങ്സ് 5 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ 5 എന്ന് എഴുതി. ഇനി നമ്മൾ നോക്കേണ്ടത് നോർത്തിങ്സ് ആണ്. ഇതേപോലെ തന്നെ നോർത്തിങ്സിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 10 ഈക്വൽ പാർട്ട് ആക്കിയിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9. 9 വരെ വരച്ചാൽ മതി. അപ്പൊ 10 തുല്യ ഭാഗങ്ങളായി. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് 1, 2, 3, 4, 5, 6.
6 ആണ് ഇതിന്റെ അടിഭാഗത്ത് വരുന്നത്. ദെൻ ഇവിടെ നമുക്ക് 6 എന്ന് എഴുതാം. ഇതാണ് 6 ഫിഗറിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഈസ്റ്റിങ്സും നോർത്തിങ്സും കണ്ടെത്തുന്ന രീതി. നമുക്ക് വേറെ ഒന്നുകൂടി നോക്കാം. ഇവിടെ ഇപ്പൊ ഞാനൊരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് തന്നു. അപ്പൊ ആദ്യം നമ്മൾ ഈസ്റ്റിങ്സും നോർത്തിങ്സും കണ്ടുപിടിക്കണം. ഈസ്റ്റിങ്സ് 14 ആണ്, നോർത്തിങ്സ് 75 ആണ്. ഇടയിൽ നമ്മൾ ഇവിടെയും ഒന്ന് ആഡ് ചെയ്യണം, ഇപ്പുറത്തും ഒന്ന് ആഡ് ചെയ്യണം, അപ്പോഴേ 6 ഫിഗർ ആവുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഈസ്റ്റിങ്സിൽ നിന്ന് അടുത്ത ഈസ്റ്റിങ്സിലേക്ക് 10 ഈക്വൽ പാർട്ട് ആക്കണം. എത്ര വരെ വരയ്ക്കണം? 9. അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ്. Then here 1 2 3 4 5 6 7 8 9. തുല്യമായിട്ട് വരയ്ക്കണം കേട്ടോ. ഞാനിത് കൈകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇത് ആക്യുറേറ്റ് ആവാത്തത്. അപ്പൊ 1 2 3, ഇതിന്റെ തൊട്ട് മുന്നേ വന്നിരിക്കുന്നത് 3 ആണ്. അപ്പൊ ഞാനിവിടെ 3 എഴുതി. ഇനി മുകളിലോട്ടും ചെയ്യാണ്. 1 2 3 4 5 6 7 8 9. 1 2 3 4 5. അപ്പൊ ഈ 5ന്റെയും 6 ഇതിന്റെ നടുവ് കൂടെ പോയി. അപ്പൊ നിങ്ങൾ 6 എടുത്താലും കുഴപ്പമില്ല, 5 എടുത്താലും കുഴപ്പമില്ല. അതിന്റെ സൗത്ത് വന്നത് കൊണ്ട് ഞാനിവിടെ 5 തന്നെയാണ് എടുത്തിരിക്കുന്നത്. 6 എടുത്തു എന്ന് വെച്ചിട്ടും അത് തെറ്റില്ല. ഇങ്ങനെയാണ് 6 ഫിഗറിൽ നമ്മൾ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 59-ലുള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് 4 ഫിഗറിലും 6 ഫിഗറിലും എങ്ങനെയാണ് കാണുക എന്ന് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് ഫോർട്ട് ആണ്. ഇതൊരു കോട്ടയാണ്. വളരെ ഈസിയാണ്. 4 ഫിഗറിലാണ്. ഫസ്റ്റ് ഈസ്റ്റിങ്സ് എഴുതണം 81, then northings 34. Then here a pond, then that is 82, then below that is 35. എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതാണ് ഞാൻ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. Then next ഒരു ട്രയാങ്കിൾ ആണ്. ഇത് ഞാൻ ഇവിടെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. 83 ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. 83, then after that 35. ഇനി അതിനെ നമ്മൾ 10 തുല്യ ഭാഗങ്ങളാക്കുകയാണ്. 2 3 4 5 6 7 8 9. അപ്പോൾ ഏകദേശം 8-ലാണ് അത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ 8 എന്ന് എഴുതി. then 1 2 3 4 5 6 7 8 9. ഒരു ഏകദേശം 2-ലോ 1-ലോ ഒക്കെയാണ് വരിക. അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാം. then next ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. 84 7 34 6. then next ചർച്ച് ആണ്. 84 7 36 3. ലൈറ്റ് ഹൗസ് 85 4 37 4. ഇവിടെ മറന്നുപോയി, ഇവിടെ ഒരു ഗ്രേവ് ഉണ്ട്. ഗ്രേവിൻ്റെത് നമുക്കറിയാം 85. then here that is 35. ഇനി തൊട്ടടുത്ത ഭാഗമായിട്ട് വരുന്നത് കോണ്ടൂർ ലൈനിനെ പറ്റിയാണ്. We will discuss that topic in another class. If you like my class, don't forget to like, share, comment and subscribe my channel. Thank you for watching my class.